ട്രോളിംഗ് നിരോധനവും ഓണവും കഴിഞ്ഞിട്ടും ധനസഹായം ലഭിക്കാതെ മത്സ്യത്തൊഴിലാളികൾ. സമ്പാദ്യ ആശ്വാസ പദ്ധതിയിലെ 3000 രൂപ ഇനിയും വിതരണം ചെയ്തില്ല. ജൂൺ ജൂലൈ മാസത്തിൽ വിതരണം ചെയ്യേണ്ട തുകയാണ് കുടിശ്ശിക വന്നത്. വെള്ളിയാഴ്ച സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്താനാണ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ തീരുമാനം. സമ്പാദ്യ ആശ്വാസ പദ്ധതി ശരിക്കും 4500 രൂപയാണ് ഓണത്തിന് മുമ്പ് കിട്ടേണ്ടതാണ്. വെറും 1500 രൂപയാണ് കിട്ടിയിട്ടുള്ളത്. ഇതന്നെ എത്രയോ കാലങ്ങളായിട്ടുള്ളത് പൈസ കൂട്ടണം, മത്സ്യത്തൊഴിലാളികൾക്കുള്ള പ്രശ്നങ്ങൾക്ക് വിഷയങ്ങളെല്ലാം നമ്മൾ അവതരിപ്പിച്ചതാണ്. ഇപ്പോൾ ആകെ 1500 കിട്ടിയുള്ളൂ. ഓണത്തിന് മുമ്പ് ഒരു 3000 രൂപ കിട്ടേണ്ടത് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പം മത്സ്യത്തൊഴിലാളികളും മത്സ്യമേഖലയിൽ എല്ലാവരും വളരെ ബുദ്ധിമുട്ടിലാണുള്ളത്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് നമ്മൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മാർച്ച് ഈ 18-ാം തീയതി സെക്രട്ടറി മാർച്ച് ഉണ്ട്. മത്സ്യത്തൊഴിലാളികൾ വളരെ ശക്തിയായിട്ട് മുമ്പോട്ട് പോകണം. ഈ സർക്കാർ വന്നിട്ട് മത്സ്യത്തൊഴിലാളികൾ ആകെ വിഷമത്തിലാണ്. സിനോജ് തോമസ് വീണ്ടും എത്തുന്നു നമുക്കൊപ്പം. സിനോജ് തോമസ്, ആകെ അവരുടെ വിഷമം എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ജൂണിലും ജൂലൈയിലും കൊടുക്കേണ്ടത് സെപ്റ്റംബർ തീരാറാകുന്നു. ഇതുവരെയും കൊടുത്തിട്ടില്ല. ഇനി എപ്പോൾ കൊടുക്കും? സുജയപർവ്വതി, അതായത് പഞ്ഞമാസങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസമാകാൻ വേണ്ടിയാണ് സർക്കാർ ഈ പദ്ധതി തുടങ്ങിയത് തന്നെ. അതിനുവേണ്ടി മത്സ്യത്തൊഴിലാളികളുടെ കൈവശം നിന്ന് 500 രൂപ വീതം 3 തവണയായി പിരിച്ചെടുക്കും. 1500 രൂപ വാങ്ങും. കേന്ദ്ര സർക്കാരും 1500 രൂപ നൽകും. സംസ്ഥാന സർക്കാരും 1500 നൽകും. അങ്ങനെയാണ് 4500 രൂപ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിൽ, അതായത് ട്രോളിംഗ് നിരോധന മാസങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്നത്. പക്ഷേ തൊഴിലാളികളിൽ നിന്ന് പിരിച്ചെടുത്ത 1500 രൂപ മാത്രമാണ് മെയ് ജൂൺ മാസത്തിൽ തിരികെ നൽകിയത്. കേന്ദ്ര സർക്കാരിന്റെ 1500, സംസ്ഥാനത്തിന്റെ 1500 ഇതുവരെ തൊഴിലാളികൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് പരാതി. എന്നാൽ BJP നേതൃത്വം പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ 1500ന്റെ വിഹിതം സംസ്ഥാനത്ത് നൽകിയിരുന്നു. സംസ്ഥാന സർക്കാർ അത് വകമാറ്റിയെന്നാണ് ആരോപണം ഉന്നയിക്കുന്നത്. ആരോപണം മാത്രമാണ്. സംസ്ഥാന സർക്കാരും ഫിഷറീസ് വകുപ്പുമാണ് അതിൽ വിശദീകരണം നൽകേണ്ടത്. പക്ഷേ ഈ ഓണം കഴിഞ്ഞിരിക്കുന്നു. ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായിരിക്കുന്നു. ഇതുവരെ കിട്ടേണ്ട കേന്ദ്രത്തിന്റെയോ സംസ്ഥാനത്തിന്റെയോ വിഹിതം ഇതുവരെ തൊഴിലാളികൾക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ഈ വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് നാളെ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. KPCC അധ്യക്ഷനായിരിക്കും നാളത്തെ സമരം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുക. സുജയ, ഓക്കെ, ഓണം കഴിഞ്ഞു, പക്ഷേ അതിന് മുൻപ് കിട്ടേണ്ട പഞ്ഞമാസത്തെ സഹായം കിട്ടിയില്ല എന്നതാണ് സങ്കടത്തോടെ അവർ പറയുന്നത്. താങ്ക് യു സിനോജ് തോമസ്.